വ്യക്തികൾക്കൊരു സ്വസ്ഥതയുമില്ല. ജീവിതം ഭാരമുള്ള ചുമടുപോലെ അതിഘനമായി തോന്നുന്നു. എൻ്റെ മുറിവുകൾ ചീഞ്ഞു നാറുന്നു. ഞാൻ ക്ഷീണിതനായിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം അലർച്ചയായി പുറത്തു വരുന്നു. കണ്ണിൻ്റെ വെളിച്ചം പോയി. ഞാൻ നിസ്സഹായനായിരിക്കുന്നു. 38-ാം സങ്കീർത്തനത്തിലെ ദാവീദിൻ്റെ അനുഭവമാണിത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്ന് നോക്കിക്കേ. ദുഷ്ടദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ ഇതേപോലെ തളർത്താൻ, തകർക്കാൻ, നമ്മളെ ഇങ്ങനെ തകർക്കാനും നശിപ്പിക്കാനുമുള്ള പിശാചിൻ്റെ പദ്ധതികളും വഴികളും പ്രലോഭനങ്ങളും അതിൻ്റെ സ്വഭാവവും മറച്ചു വെച്ച് വേഷം മാറി വെളിച്ച ദൂതനെ പോലെ വന്ന് പ്രവർത്തിച്ച് നമുക്ക് കെണി വയ്ക്കും. അതിനാൽ നമ്മുടെ വിചാരങ്ങളെയും വാക്കുകളെയും ഒക്കെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യണം. പെൻ ഓഫ് ഇൻസ്പിറേഷൻ പറയുന്നു, അവർക്ക് നമ്മുടെ ചിന്തകൾ വായിക്കാനാവില്ല. നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് അവന് നമ്മെ തിരിച്ചറിയാനാവും. അപ്പോൾ അവൻ വിചാരിക്കും, യവൻ വീഴും കേട്ടാ എന്ന് ഉറപ്പാക്കി നമ്മുടെ ബലഹീനതകൾ, വൈകല്യങ്ങൾ എന്നിവയെ മുതലെടുത്ത് നമ്മളെ തകർക്കും. ചെറുത്തു നിർത്താൻ ശക്തിയില്ലെങ്കിൽ പ്രലോഭനങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കും. ദുഷിച്ച നിർദ്ദേശങ്ങൾ നൽകും. ലൗകിക ചിന്തകൾ നിറയ്ക്കും. ആത്മാവിനെ ശിക്ഷയിലേക്ക് നയിച്ച് ദൈവത്തിന് എതിരാക്കുന്നു. നമ്മുടെ മനസ്സിൽ സ്വാർത്ഥത നിറയ്ക്കും. അത്യാഗ്രഹം നിറയ്ക്കും. ആസക്തരാക്കും. തെറ്റുകളെ കൊണ്ടുവരും. അപകർഷതാബോധം നിറയ്ക്കും. ആത്മാവിനെ ബൈബിൾ കുറ്റം വിധിക്കുന്ന തരത്തിലാക്കും. എല്ലാത്തരം പ്രലോഭനങ്ങൾക്കും ഒരു പ്രതിവിധിയുണ്ട്. നമ്മുടെ സ്വന്തം പരിമിതമായ ശക്തിയാൽ സ്വയത്തിനും നമ്മുടെ പാപ സ്വഭാവത്തിനുമെതിരെ പോരാടാൻ നമുക്കാവില്ല. യേശു ശക്തനായ ഒരു സഹായിയാണ്. ഒരിക്കലും പരാജയപ്പെടാത്ത പിന്തുണയാണ് യേശു നമുക്ക് വേണ്ടി നൽകുന്നത്. നമുക്ക് ഇത്രയധികം കരുതലുകൾ ദൈവം ഉണ്ടാക്കിയിരിക്കുമ്പോൾ നമ്മൾ ആരും പരാജയപ്പെടുകയോ നിരുത്സാഹപ്പെടുകയോ ചെയ്യില്ല. മനസ്സ് സംയമനം പാലിക്കണം. അലഞ്ഞു തിരിയാൻ അനുവദിക്കരുത്. തിരുവെഴുത്തുകൾ മനസ്സിൽ പതിപ്പിക്കണം. യെശയ്യാവ് 58-ാം അധ്യായം വായിക്കുക. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. ഈ അനുഗ്രഹം താൽ ഈ ദിവസത്തെ പോരാട്ടങ്ങളെ അതിജീവിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് കാവലും കരുതലും കരുത്തുമായി തീരട്ടെ. എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ബിനോയ് ജേക്കബ് എന്ന് ഞങ്ങളെ പിന്തുടരുക. 9579119430 എന്ന നമ്പറിലും വാട്സപ്പ് സന്ദേശമായും ഞങ്ങളോട് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.